ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ വേദയോട് സംസാരിക്കണമെന്ന് കമലമ്മ പറഞ്ഞു. അതനുസരിച്ച് വിക്രം ഫോൺ എടുത്ത് വിളിച്ച് കൊടുത്തു. അങ്ങനെ അമ്മ വേദയോട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും നന്ദിനി ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് അങ്ങനെ ഇരിക്കുക, എന്താ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ശ്രീജ ഇത് കണ്ടിട്ട് ശ്രീജ ചോദിച്ചു, നന്ദിനിക്ക് ഇരിപ്പ് ഉറയ്ക്കുന്നില്ലല്ലോ നന്ദിനി, വേദ എവിടെയാണെന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലേ, അമ്മയുടെ കൂടെ പോകുന്നോന്ന് ചോദിച്ചു. ശ്രീജയെടുത്ത് എന്തീ പറയുന്നത്, ഞാനങ്ങനെ ഒന്നും വിചാരിച്ചൊന്നുമില്ലെന്ന് പറഞ്ഞു. നന്ദിനി പറയുന്നതെന്നാണെങ്കിലും പ്രവൃത്തി രണ്ടായിട്ടോ നന്ദിനി എന്ന് അങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രീജയെടുത്ത് ഒന്നിങ്ങ് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജ ഇങ്ങനെ അടുത്തേക്ക് ചെന്നപ്പം, അതേ അവളുടെ പാട് നോക്കി പോയതാ, ഇവിടെ ഇപ്പോഴും ഒന്നിച്ച് നിൽക്കാൻ നമ്മളേ ഉള്ളൂ, എനിക്കിട്ട് തന്നെ പണിയണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറഞ്ഞപ്പം ശ്രീജ ഒന്ന് ചിരിച്ചു. ഇവിടെ ആർക്കും ഒരു രഹസ്യവും വേണ്ട എന്ന് സുധാകരൻ മാഷ് അന്നേരം പറഞ്ഞു. മര്യാദയ്ക്ക് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്ക്. ഏതായാലും വേദ എപ്പോൾ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയേണ്ട സമയത്ത് എല്ലാവരും അറിഞ്ഞോളും. അതിന് മുന്നേ ചാടിക്കയറി അറിയേണ്ട ആവശ്യം നന്ദിനിക്കുണ്ടോ നന്ദിനി എന്ന് ചോദിച്ചപ്പോൾ, ഇല്ലച്ചാ എനിക്കെങ്ങും അറിയണ്ട, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. അങ്ങനെ നന്ദിനിയെ നാണം കെടുത്തിയിട്ട് അച്ഛൻ ഫുഡും കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. നന്ദിനി അന്നേരം ശ്രീജേനെ ഒരു നോട്ടം ഇങ്ങനെ, ശ്രീജ അന്നേരം നന്ദിനിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പിന്നെ പുറത്തിറങ്ങി വന്ന് കമലയിടത്ത് ഇങ്ങനെ കമലമ്മ ഇങ്ങനെ നമ്മുടെ വേദയെ വിളിക്കുവാണ്. വേദയെ വിളിച്ചിട്ട് ഹലോ എടുത്ത വഴി മോളേന്നും പറഞ്ഞൊരു വിളി. അപ്പോൾ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വേദ അപ്പുറേന്ന് വിളിച്ചു. ഭയങ്കര എന്നാ പറയുന്നത്, അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണല്ലോ. ഒരൊറ്റ കരച്ചിലായിരുന്നു. മോളിത് എവിടെയാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ, അമ്മേ വിക്രം ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അവനൊന്നും വിട്ടു പറഞ്ഞില്ല മോളേന്ന് പറഞ്ഞു. വിക്രം പറയാത്ത സ്ഥിതിക്ക് ഞാനത് പറയുന്നത് എങ്ങനെയാണ് അമ്മയെന്ന് ചോദിക്കുക. മാത്രമല്ല അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ സുരക്ഷിതമായ സ്ഥലത്താണുള്ളതെന്നൊക്കെ വേദ ഇങ്ങനെ അമ്മയോട് പറയുന്നു. എന്നാലും എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് നീ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്, എങ്ങനെ ജീവിച്ചിരുന്ന കുട്ടിയാണ് നീ, നിനക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും അമ്മ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടുന്ന എന്തിനാ, അതിൻ്റെ ഒന്നും ഒരു കാര്യവും. പിന്നെ എനിക്കിവിടെ യാതൊരു കുഴപ്പമില്ല, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടമ്മേ. വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാൽ മാത്രമേ സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ എന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? സന്തോഷവും സ്നേഹവും കരുതലും ഒക്കെ ഉള്ളത് ഒരു കുടിലാണെങ്കിൽ പോലും അവിടെ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. എന്നാലും എത്ര കാലം ഇങ്ങനെ ഒളിച്ച് ജീവിക്കേണ്ടി വരുമോളെ, അമ്മയ്ക്ക് ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കമലമ്മ ഇങ്ങനെ കരയുമ്പം അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടെന്നേ, അനിയൻകുട്ടൻ്റെ ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടി, അവനൊന്ന് സെറ്റാകുന്നത് വരെ ഉള്ളൂ ഞങ്ങളുടെ ഈ കഷ്ടപ്പാട്, അല്ലെങ്കിൽ ഈ ഒരു ജീവിതമൊക്കെ. അതിനുശേഷം എല്ലാം നേരെ ആവുമല്ലോ, അനിയൻകുട്ടനൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നോട്ടെ, എല്ലാം മാറും, ഞങ്ങളെ രക്ഷപ്പെടുകയും ചെയ്യും, അമ്മ നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേദ ഇങ്ങനെ കമലയെ സമാധാനിപ്പിക്കുക. പിന്നെ ഒരു കാരണവശാലും അമ്മ അവരുടെ ആരുടെയും മുന്നിൽ വെച്ച് ഞങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്നും അതുപോലെ തന്നെ ഞങ്ങൾ എവിടെയാണെന്നുള്ള രീതിയിലൊന്നും സംസാരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാനായിട്ട് ഒരിക്കലും അത് ചെയ്യില്ല മോളെ എന്ന് പറയാം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. മോളെ വിക്രം വന്നു, ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ എന്നിട്ട് വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ വിക്രത്തോട് വേദ പറഞ്ഞു, അമ്മ ഭയങ്കര സങ്കടത്തിലാണ് വിക്രം, അമ്മയെ സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തെക്കാളും കൂടുതൽ അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ച ആൾ ഞാനാണെന്നും പക്ഷേ എനിക്കതിനുള്ള ആ ഒരു ഭാഗ്യം കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ വേദ പറയാം. എന്തായാലും പോയ കാര്യം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് വരാനും വിക്രത്തോട് പറഞ്ഞ് വേദ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും മോളെന്താ മോനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നേക്കാളും കൂടുതൽ ഇവിടേക്ക് വരാനും നിങ്ങളെയൊക്കെ കാണാനും ആഗ്രഹം അവൾക്കായിരുന്നമ്മേ, പക്ഷേ അതിനൊരു സാഹചര്യം ഒരുങ്ങാത്തതിൻ്റെ ഒരു സങ്കടവും നിരാശയും അവൾക്കുണ്ടെന്ന് പറഞ്ഞു. അവളെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് നിൻ്റെ പുണ്യമാണ്, അവളെപ്പോലൊരു മോളെ എനിക്ക് കിട്ടിയത് എൻ്റെ പുണ്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അമ്മ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതമ്മ പറഞ്ഞത് സത്യമാണെന്ന്, അമ്മ വിഷമിക്കേണ്ട, അധിക കാലമൊന്നും ഇങ്ങനെ മാറി നിൽക്കാനോ അല്ലെങ്കിൽ പേടിച്ച് ജീവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് നമ്മുടെ വിക്രം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. അമ്മയെ ആശ്വസിപ്പിച്ച് നമ്മുടെ വിക്രം ഇങ്ങനെ അവിടെ നിൽക്കാം. അങ്ങനെ ആ ഒരു കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രമാണെങ്കിൽ തനിക്ക് ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും ചോദിച്ചു, മോനെ ഇപ്പോൾ ഇറങ്ങണോ, ഇപ്പോൾ ഇറങ്ങിയാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്നും എല്ലാം ഞാൻ നോക്കിയും കണ്ടും ചെയ്തോളാമെന്നും വിക്രം പറയുക. അങ്ങനെ അതും പറഞ്ഞ് വിക്രം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം ആ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന നമ്മുടെ ആ എസ്റ്റേറ്റിലെ മാനേജർ വിവാഹം ചെയ്യാനിരുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അതിനെ വിളിക്കുവാണ്. അപ്പോൾ അതൊന്ന് ഫോൺ എടുത്തു. അപ്പോൾ അതിന് ഇതാരാ വിളിക്കുന്നതെന്നൊന്നും അറിയില്ല. അതൊന്ന് കോൾ എടുത്തു. ഹലോ, അപ്പോൾ ശ്രീലക്ഷ്മി അല്ലേ എന്ന് ചോദിച്ചു. അതെ, ആരാന്ന് ചോദിച്ചു.
അപ്പം ഞാനൊരു വോയിസ് നോട്ട് അങ്ങോട്ടേക്ക് അയക്കാം. ആ വോയിസ് നോട്ട് കേട്ടതിന് ശേഷം ഞാൻ ഒന്നുകൂടെ വിളിക്കാം. അപ്പോൾ ശ്രീലക്ഷ്മി ബാക്കി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രം വന്നിട്ട് ഫോണും കട്ട് ചെയ്തു. അപ്പോൾ ഈ പെങ്കൊച്ച് വിക്രം അയച്ചു കൊടുത്ത ആ ഒരു വോയിസ് നോട്ട് അതെടുത്ത് കേൾക്കുക കേട്ടോ. അപ്പോൾ അതെടുത്ത് കേട്ടപ്പോഴത്തേക്കും ആ ചെറുപ്പക്കാരൻ്റെ വോയിസ്, അപ്പോൾ അദ്ദേഹം വിവരങ്ങളെല്ലാം ഈ വോയിസ് നോട്ടിലൂടെ ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന പോലെ ഒരാൾ നിൻ്റെ അരികിൽ വരുമെന്നും നമുക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങാൻ പോവുകയാണെന്നും, അപ്പോൾ അതേ ആരും അറിയാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നീ വരണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുള്ളൊരു വോയിസ് നോട്ടായിരുന്നു അത്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഭയങ്കര സന്തോഷത്തിൽ ത്രില്ലായിട്ട് അതങ്ങനെ ഇരിക്കുവാണ്. പിന്നെ തൊട്ടടുത്ത നിമിഷം വിക്രം തിരിച്ചു വിളിച്ചു. ഹലോ പറയൂ ഏട്ടാന്ന് പറഞ്ഞു. ഞാൻ അയച്ച വോയിസ് നോട്ട് കേട്ടില്ലെന്ന് ചോദിച്ചു. കേട്ടു. എന്നിട്ട് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തീരുമാനിക്കാനില്ല എന്ന് ആ പെങ്കൊച്ചു പറയാം. എപ്പോൾ എവിടെ എങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ മതിയെന്നും അതുപോലെ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെന്നും കുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങി വരാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് വിക്രം അന്നേരം പറയുക. അപ്പോൾ അന്നേരം ഇതുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം വിവരങ്ങളെല്ലാം കൃത്യം പറയാമെന്നും പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ ഒരു ഇത്, അപ്പോൾ ചെവി അറിയരുത്, ആരും അറിയരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിക്രം പറഞ്ഞു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിക്രം ഇങ്ങനെ ഒരു ആശ്വാസം, പകുതി ശരിയായി എന്നുള്ളൊരു ആശ്വാസത്തിലിരിക്കുക. പക്ഷേ അതിനപ്പുറം വലിയൊരു ഭൂകമ്പം വരാനിരിക്കുന്ന കാര്യം പാവം വിക്രം അറിഞ്ഞില്ല. ഇതേ സമയത്ത് ആ പോലീസുകാരനുണ്ടല്ലോ നമ്മുടെ എസ്റ്റേറ്റിലെ, അയാളും ആ ജോബി എന്ന് പറയുന്ന പഴയ മാനേജറും കൂടെ കണ്ട് സംസാരിക്കുക. അപ്പോൾ ഈ വിക്രത്തിന് ഒതുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരനെ ഏർപ്പാടാക്കിയതായിരുന്നു ജോബി. അപ്പോൾ ഈ പോലീസുകാരൻ വിക്രത്തെ പറ്റി ഒരു റൗണ്ട് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ ചിലരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ, അതായത് സാബു എന്നൊക്കെ പറയുന്ന ഒരു കുറേ ആൾക്കാർ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രം ആൾ പെശകാണെന്ന് ഇവന്മാർക്ക് മനസ്സിലായി. അപ്പോൾ വിക്രം എന്ന് പറയുന്ന ആളും വേദയെന്ന് പറയുന്ന ആളും എന്തിനാണ് ഇവിടേക്ക് കടന്നു വന്നതെന്നുള്ള കാര്യവും ഇവൻ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവനോട് നേരിട്ട് ഉടക്കാനോ ഒന്നിനും പോകരുതെന്നാണ് എന്നോട് സാബു പറഞ്ഞിരിക്കുന്നതെന്നും അത് ശരിയാവില്ലെന്ന് സാബു കൃത്യമായി പറഞ്ഞു എന്ന കാര്യവും ഈ പോലീസുകാരൻ ജോബിയോട് പറയുന്നു. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ജോബി ചോദിച്ചപ്പോൾ അവൻ്റെ കൂടെ വന്ന പെണ്ണില്ലേ, അവൻ്റെ ഭാര്യ, വേദ, അവൾ വഴിയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് കാര്യം പറഞ്ഞു. അവൾ വഴി എന്ത് സാധിക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ചില്ലറക്കാരിയല്ലെന്നും അവൾ ഇന്ന പോലെ ഒരു ജഡ്ജിയുടെ മകളാണെന്നും അവരുടെ വീട്ടിൽ ഇവരുടെ വിവാഹം നടന്ന സാഹചര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരുടെ വീട്ടിൽ ഇവളുടെ ആങ്ങളയ്ക്ക് വിക്രത്തെ കാണാൻ പാടില്ല, കൊല്ലാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ അയാളെ ചെന്ന് കണ്ട് അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ഇതിനൊരു തീർപ്പുണ്ടാക്കാൻ പറ്റുള്ളൂ. അയാളുടെ കയ്യിൽ ഇവനെ പിടിച്ചു കൊടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് ഈ പോലീസുകാരൻ പറയുക. അപ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്ന്. ശ്രീകാന്തിനെ സംബന്ധിച്ചിടത്തോളം വിക്രത്തെ കിട്ടുന്നതിനേക്കാളും അവൻ ആവശ്യം ഈ പനിയൻകുട്ടനെ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം അവനുമായി ഡീലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പിലാക്കാം പറഞ്ഞിങ്ങനെ ഇവർ പറയുന്നു. അപ്പോൾ ഇതേ ജോബിക്ക് കിട്ടിയൊരു സുവർണ അവസരമല്ലേ. ജോബി അന്നേരം ഇത്രയും കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റെടുത്തു, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ എന്തോ വലിയ നിധി കിട്ടിയ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അതും കഴിഞ്ഞിട്ട് ഇവൻ ആ പോലീസുകാരനോട് സംസാരിച്ചു. അവിടുന്ന് പോയി. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം, ആരും അറിയരുത്, നമുക്കൊരു തട്ടുകേടും വരാത്ത രീതിയിൽ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന കാര്യവും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു. അങ്ങനത്തെ എന്തായാലും ജോബി എന്ന് പറയുന്നവൻ ശ്രീകാന്തിനെ കാണാൻ ശ്രീകാന്തിൻ്റെ നാട്ടിലേക്ക് പോരാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് എത്തേണ്ടടുത്ത് എത്തുക, കൊടുക്കേണ്ട ന്യൂസ് കൊടുക്കേണ്ടവന് കൊടുക്കുക, വിക്രത്തെയും വേദയെയും അപായത്തിൽപ്പെടുത്തുക. ഇത് അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ആ ഒരു കാര്യമെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രം രാത്രിയാകാൻ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. രാത്രിയായിട്ട് തനിക്ക് ഇപ്പോൾ കാണേണ്ട ചില ആൾക്കാർ തൻ്റെ നാട്ടിലുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് കാണണം. തൻ്റെ ശ്രീനിസാറിനെ തനിക്ക് കാണണം, ജോസഫ് ഏട്ടനെ, അതുപോലെ രാജേട്ടനെ, ഇവരെല്ലാവരെയും കാണണം. അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രാത്രിയായി. വിക്രം നേരെ ആദ്യം പോകുന്നത് ശ്രീനിവാസനെ കാണാനാണ്. അവിടെ ചെന്നു വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ചു. ശ്രീനിവാസൻ വന്ന് ഡോറ് തുറന്നപ്പോൾ അതേ നമ്മുടെ വിക്രത്തെ കണ്ടപ്പോൾ അന്തിച്ചു പോയി അദ്ദേഹം. വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം വിളിച്ചു. വിക്രം വേഗം സാർ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെന്നത് വിക്രം നമ്മുടെ ശ്രീനിവാസൻ്റെ കാലയിലേക്ക് വീണു. കാരണം കുറ്റബോധം, വിക്രം കാരണമാണ് ശ്രീനിവാസൻ ഇത്തവണത്തെ ഇലക്ഷന് ജയിക്കാൻ പറ്റാതെ പോയതെന്നുള്ളൊരു കുറ്റബോധം ഇങ്ങനെ ഉള്ളിൽ കിടന്ന് നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ കാല് പിടിച്ചപ്പോൾ നീ എന്താ വിക്രം ഈ പറയുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നീ കാരണമാണ് നമ്മുടെ പാർട്ടി തോറ്റുപോയതെന്ന് നിന്നോടാരാ പറഞ്ഞത് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ വിക്രത്തോട് ചോദിക്കാം. അപ്പോൾ സാർ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയണ്ട, പക്ഷേ എനിക്കറിയാം
കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇതിൽ പറയാം. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുധയും അങ്ങോട്ടേക്ക് വന്നു. വിക്രം, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നീ ഒന്നും അല്ല ഇതിന് കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വേദയുടെ കാര്യവും അതുപോലെ ഇപ്പോൾ ഇവർ ഒളിച്ച് താമസിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതൊന്നും കൃത്യമായി പറയാൻ വിക്രത്തിന് പറ്റുമില്ല. പക്ഷേ ശ്രീനി സാറിനോട് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോൾ വിക്രതാണെങ്കിലും ശ്രീനി സാറിനോടെല്ലാം പറഞ്ഞു. എന്തായാലും അനിയൻകുട്ടൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഉള്ളൂ ഈ ഒരു ഒളിതാമസം എന്നൊക്കെയുള്ള കാര്യവും വിക്രം പറയുവാണ്. അനിയൻകുട്ടൻ കൃത്യമായും ആളെ കണ്ടിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോയതെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീനി സാറ് പറഞ്ഞു, ഇതിനകത്ത് കളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, വേദയുടെ ആങ്ങളെയും അതുപോലെ അയാളുടെ അമ്മായിച്ചനുമാണ്. അവന്മാരുടെ കളിയാണിത്. അവന്മാരാണ് ഇതെല്ലാം ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. അതൊന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പോൾ വാസുവൻ്റെ സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ വാസുവൻ ഇപ്പോൾ ബൗദ്ധ്യമായിട്ടുണ്ട്, നീ അല്ല അതിനകത്ത് പ്രതിയെന്നും മറ്റാരോ ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളതും അത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് വാസുവനും ഈ പറയുന്ന ശ്രീകാന്തിനെയൊക്കെ നല്ല സംശയം ഉണ്ടെന്ന കാര്യവും പറയുക. അങ്ങനെ വിവരങ്ങളെല്ലാം വിക്രത്തിന് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. അങ്ങനെ വിക്രവും വേദയും സുരക്ഷിതരായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അറിഞ്ഞപ്പം ശ്രീനിവാസന് സമാധാനമായി. എന്തായാലും വേദ വിക്രത്തിൻ്റെ കൂടെ ജീവിതത്തിലേക്ക് കൂടിയതിൻ്റെ ആ ഒരു സന്തോഷവും ഇതെല്ലാം ഇങ്ങനെ പറയുക. എന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വിക്രത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം അല്ലെങ്കിൽ വിക്രത്തിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, വേദയോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം, ഇതെല്ലാം ശ്രീനിവാസന് വ്യക്തമായി മനസ്സിലായി. ശ്രീനിവാസൻ എന്നിട്ട് അത് വിക്രത്തോട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമെല്ലാം സംസാരിച്ചു. പിന്നെ വിക്രമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ മനുഷ്യനോട് മാപ്പ് ചോദിച്ച് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പൊരുതാനുള്ള അനുഗ്രഹം സാറിൻ്റെ കയ്യിൽ നിന്ന് വേണം തുടങ്ങിയതെല്ലാം പറയാം. പിന്നെ ഈ പെൺകൊച്ചിൻ്റെ കാര്യവും പറഞ്ഞു. മറ്റേ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യവും ശ്രീനി സാറിനോട് പറഞ്ഞു. അപ്പോൾ ശ്രീനി സാറിൻ്റെ ഒരു സഹായം വേണമല്ലോ. അപ്പോൾ അന്ന് വിവാഹം, അതായത് വേദയും വിക്രവും തമ്മിൽ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യവും അന്ന് അവരുടെ ജീവിതം അവിടെ വെച്ച് നശിച്ചു പോയ അല്ലെങ്കിൽ തകർന്നു പോയ ആ കഥയും എല്ലാം വിക്രം ശ്രീനി സാറിനോട് പറയുവാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഒരു പരിശ്രമം വേണം. വിക്രത്തിന് മാത്രം പെട്ടെന്ന് ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് ആ രീതിയിലല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി ഇനിയും കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.